നമസ്തേ. ഇന്നും പതിവ് പോലെ എഴുന്നേറ്റു, നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ തെളിയിച്ചു, മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഇന്നിപ്പോൾ ചായ ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഞങ്ങൾ എന്തായാലും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്ക് അരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കരുതി നൂൽപുട്ടില്ലേ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇടിയപ്പം എന്ന് പറയും. അപ്പോൾ ഇന്ന് ഇടിയപ്പവും സാമ്പാറുമാണ് കേട്ടോ. ഞാൻ ആദ്യമേ കരുതിയത് ഇടിയപ്പവും കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കാമെന്നാണ്. വളരെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചിലയിടത്ത് ഇടിയപ്പത്തിൻ്റെ കൂടെ നാളികേരപ്പാലും പഞ്ചസാര ഇട്ട് കഴിയും കേട്ടോ. ഞാനങ്ങനെ ഇതുവരെയും കഴിച്ചിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ചിലരാണെങ്കിൽ ഈ നല്ല മധുരമുള്ള ഇഷ്ടു എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റൂ എന്ന് പറയും, നമ്മൾ നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അതിന് എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കരുതി സാമ്പാർ ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിന് നോക്കിയപ്പോൾ കുറച്ച് മത്തങ്ങയും സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ അമരയ്ക്ക എന്ന് പറയും, കൊത്തമര, അതിട്ടിട്ടുള്ള സാമ്പാർ വളരെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്ന് അമരയ്ക്ക ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഈ പരിപ്പൊന്നും ഇടാത്ത സാമ്പാറാണ് കേട്ടോ. ഒരു തരം പരിപ്പും യൂസ് ചെയ്തിട്ടില്ല, സാമ്പാർ പരിപ്പും യൂസ് ചെയ്തിട്ടില്ല, ഒരു പരിപ്പും യൂസ് ചെയ്യാത്ത വെറുതെ പച്ചക്കറി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാർ. അപ്പോൾ സാമ്പാർ ഒരു വിസിൽ 2 വിസിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇഞ്ചി അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഇഞ്ചി അരിയുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ നൂൽപുട്ടിനുള്ള അരിമാവെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇവിടെ കുറച്ച് കാണിക്കാൻ സൗകര്യക്കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കുറച്ചധികം എടുത്തു കേട്ടോ നൂൽപുട്ട്. കാരണം എന്താ പറയുക, ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ നൂൽപുട്ട്. അപ്പോൾ അവർക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ഒക്കെ നൂൽപുട്ട് കൊടുത്താൽ വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് കുറച്ചധികം നൂൽപുട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നൂൽപുട്ടിനുള്ള മാവ് എടുത്തപ്പോൾ ഞാൻ എടുക്കുന്നത് മാവിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 ആക്കി എടുക്കും. എന്നാലും നമുക്ക് എളുപ്പം കുഴച്ച് എടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും നൂൽപുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമോ, വീശപ്പം എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, കുറച്ച് വലിയ നൂൽപുട്ടിന്. അപ്പോൾ വീശപ്പത്തിൻ്റെ ഒരച്ച എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ, നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന അച്ചിലും കൂടെ ബാക്കി ഉണ്ടാക്കും. അങ്ങനെ സ്ഥിരം ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വൈകിട്ട് വരെ നിന്ന് നൂൽപുട്ട് ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ ആ മാവിൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ലേ, ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ സാമ്പാറൊക്കെ വെന്ത് കേട്ടോ. ഞാനാണെങ്കിൽ 2-3 വിസിലടിച്ചിട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് 2 വിസിലൂടെ നടുപ്പിക്കും കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റ്, ഒന്നും കൂടെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാമൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി എല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒന്നും കൂടെ വിസിലടിപ്പിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടും കൂടി എടുത്തിട്ടുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ. എന്നാലത് വേഗം കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളൂ, കുറച്ച് നൂൽപുട്ട് വലുതായിട്ടിരിക്കും, കുറച്ച് ചെറുതായിട്ടും ഇരിക്കും, അത്രയേ ഉള്ളൂ. സംഭവം ടേസ്റ്റൊക്കെ സെയിം തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സെയിം മാവ് വെച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ നൂൽപുട്ട് ഇങ്ങനെ കറക്കി ഉണ്ടാക്കാൻ. അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എനിക്കൊന്ന് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത മാവ് കഴിയുമ്പോൾ നമുക്കൊരു ദേഷ്യം വരും അല്ലേ. ഇത് റീഫില്ല് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതേ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉച്ചക്കലത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ രാവിലെ പറഞ്ഞില്ലേ, ഇപ്പോൾ കിഴങ്ങുണ്ടായാലും ഉച്ചക്കലത്തേക്ക് കുറച്ച് തീയലില്ലേ, നമ്മുടെ സാമ്പാറും നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പം ഞാൻ കരുതി ഉച്ചക്കലത്തേക്ക് ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കുറച്ച് മുഖത്തിടുന്ന ഫേസ് പാക്കുകളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതേ കണക്ക് തിളപ്പിച്ചിട്ട് കുളിക്കുന്നൊരു പതിവുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. രാവിലെ എടുത്ത വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇടയ്ക്കായി പോയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വെള്ളം അങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് കുളിക്കാറുണ്ട് കേട്ടോ. നല്ലൊരു സുഖമാണ് ശരീരത്തിന്. എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോകും കേട്ടോ. അതെന്തൊക്കെയാണ് ആഡ് ചെയ്തെങ്കിൽ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കിയതെന്ന്, കിഴങ്ങ് കറി ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ
എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നേരമൊക്കെ നന്നായിട്ട് പുലർന്നു കഴിഞ്ഞപ്പോൾ കടയൊക്കെ തുറക്കുമല്ലോ. അപ്പോൾ കടയിൽ പോയി ഹസ്ബൻഡ് പോയിട്ട് കിഴങ്ങൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഉച്ചക്കലത്തേക്ക് തീയലില്ലേ, നമ്മുടെ വറുത്തരച്ച തീയൽ, 2 സൈസ് തീയലുണ്ട്. തീയൽ വെറൈറ്റി തീയലുണ്ട് അല്ലേ, ഉള്ളി തീയലുണ്ട്, വെണ്ടയ്ക്ക തീയലുണ്ട്, മുളക് തീയലുണ്ട്, പച്ചക്കരച്ച തീയലുണ്ട്. ഇതിപ്പോൾ ഞാൻ വറുത്തരച്ച തീയലാണ്. സംഭവം വളരെ ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മീനില്ലേ, മീൻ കിട്ടിയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ തീയലും രസവും. അമ്മയുടെ സ്ഥിര ഏർപ്പാടാണ് കേട്ടോ. മീൻ കിട്ടിയില്ലെങ്കിൽ അമ്മ അന്ന് ചെയ്യുന്ന ഒരു കറിയാണ് ഈ വറുത്തരച്ച തീയലും രസവും, കുറച്ച് മെഴുക്ക് പുരട്ടിയും പിന്നെ അച്ചാർ എന്തെങ്കിലും ഉണ്ടാവും. ഇത് തന്നെ മതി കേട്ടോ. നമുക്ക് തീയൽ വെക്കുന്നതെന്ന് മനസ്സിലാവുമെന്ന് മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ തീയലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഇടാമെന്ന് എഴുതി. ഞാൻ വെണ്ടയ്ക്ക കുറച്ച് ഇടാറുള്ളൂ തീയലിന് കേട്ടോ. അപ്പോൾ തീയലിനുള്ള നാളികേരം ഞാനിങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു. ഞാൻ പിന്നെ കരുതി കുറച്ച് മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കാം, അതാണ് വേറെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ വെണ്ടയ്ക്ക വറുത്തിങ്ങ് മാറ്റിയിട്ടാണ് തീയലിനുള്ള അടുത്ത പച്ചക്കറി നമ്മുടെ എണ്ണയ്ക്കായിട്ട് വഴറ്റുന്നത് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ആ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ വല്ലാണ്ട് അങ്ങ് ഇറങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് ഇറങ്ങുകയില്ല, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് മെഴുക്ക് പുരട്ടിക്കുള്ള ഇതാണെങ്കിൽ ചപ്പാത്തിയുടെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ മെഴുക്ക് പുരട്ടി. പിന്നെ അത്യാവശ്യം നല്ല കുറച്ച് പച്ചക്കറി നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും, അതാണ് അതിൻ്റെ വേറൊരു കാര്യം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മെഴുക്ക് പുരട്ടി റെഡിയായി കേട്ടോ. തീയലിനുള്ള അരപ്പും റെഡിയായിരിക്കണം. ഇതിപ്പോഴത്തെ ചെറിയൊരു കലത്തിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കിയതാണ് കേട്ടോ. രാവിലെ ഒരു സെറ്റ് ചൂടാക്കി അത് ഞാൻ എല്ലാ ബോട്ടിലിനകത്ത് ഒഴിച്ചു വെച്ചു. അങ്ങനെ ഒഴിച്ചു വെച്ചാൽ എല്ലാവരും വെള്ളം കുടിക്കും കേട്ടോ. അല്ലെങ്കിൽ കിച്ചണിൽ വന്ന് എടുത്ത് കുടിക്കുന്ന പതിവൊന്നും ഇല്ല. അങ്ങനെ എടുത്തങ്ങ് വെച്ചാൽ എല്ലാവരും എടുത്ത് കുടിച്ചോളും. തീരുന്നതനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സെക്കൻഡ് സെറ്റാണ്. ആ റീഫിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കണം എന്നുള്ളത് മസ്റ്റാണല്ലോ. ഞാൻ സ്ഥിരം അങ്ങനെയാണ് കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കാറ്. അതങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളല്ലേ വരുന്നത്, അതുകൊണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കാറ് കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റ് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ടേസ്റ്റ് അല്ലേ. നിങ്ങളുടെ പലരുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. ഹോം മെയ്ഡ് നിങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി തൈര് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, രാവിലെ പച്ചക്കറിക്കുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ ചിക്കനിലേക്ക് പോകുന്നത്. ഞാൻ കരുതി ആ പച്ചക്കറി തീയൽ എല്ലാം പച്ചക്കറിയുടെ അല്ലേ അതെല്ലാം വെച്ചിട്ട് പുളിശ്ശേരിയും മെഴുക്കുരട്ടിയും ആ പച്ചക്കറിയുടെ എല്ലാ സംഭവം വെച്ചതിന് ശേഷം ചിക്കൻ എടുക്കാമെന്ന് കരുതി കേട്ടോ. അതിനുശേഷം മാത്രമാണ് ഞാൻ ചിക്കൻ എടുക്കാൻ പോയത്. ചിക്കനൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി ഫ്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഇതിനകത്ത് വലിയ ഇതൊന്നും ഇട്ടിട്ടില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ കോൺഫ്ലോർ പൊടി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കോൺഫ്ലോറൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. സമയം കിട്ടിയില്ല കേട്ടോ ഈ തീയലൊക്കെ വെച്ച് വന്നപ്പോൾ. അത് പറഞ്ഞപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഞാൻ ഇടയ്ക്ക് വെച്ച് തീയലിൻ്റെ പാത്രം ഒന്ന് മാറ്റി. കാരണം ഞാൻ പുതിയൊരു മൺചട്ടി മേടിച്ചിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി വാങ്ങിച്ച കാര്യം. ഞാൻ തീയലിൻ്റെ അത് ഇങ്ങനെ ഒന്നാക്കി വന്നപ്പോഴാണ് ഓർത്തയോ മൺചട്ടിക്കകത്തൊക്കെ തീയൽ വെച്ചാൽ എൻ്റെ മക്കളെ നല്ല ടേസ്റ്റല്ലേ, അതിനത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ. നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും ടേസ്റ്റാണ് ഈ മൺചട്ടിക്കകത്തൊക്കെ തീയലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അല്ലേ. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതേ മെഴുക്ക് പുരട്ടി പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കി കേട്ടോ. വെള്ളരിയും തക്കാളിയും കൂടെ വെച്ചിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ആ തീയൽ കണ്ടോ, പുളിശ്ശേരി. തീയലും പുളിശ്ശേരിയും കേട്ടോ. തീയൽ വെക്കുന്ന അന്ന് നിങ്ങൾ മസ്റ്റായിട്ടും കുറച്ച് പുളിശ്ശേരിയും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. വളരെ ഒരു വെറൈറ്റി കോമ്പിനേഷനാണ് ഈ തീയലും പുളിശ്ശേരി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്ര ടേസ്റ്റാണ്. എന്നാൽ നല്ല പെട്ടെന്ന് ദഹനവും ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ദഹിക്കും ആഹാരം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ മൺചട്ടിക്കകത്തുള്ള ആ ഒരു തീയൽ ഞാൻ വീണ്ടും കാണിക്കുന്നത് എന്താണെന്നറിയാമോ, അത് കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ ഇതേ കണക്ക്. പിന്നെ ഒരു കാര്യമാണ്, തീയൽ തക്കാളി ഇടുമ്പോൾ നിങ്ങൾ അവസാനം ഇടാവും കേട്ടോ. അവസാനം നിനക്ക് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകരുത്, ഇതേ കണക്ക് കിടക്കണം കേട്ടോ. നമുക്ക് അവസാനം എടുത്തൊന്ന് കഴിക്കാൻ കഴിയണം, അതിനൊരു വേറൊരു ടേസ്റ്റ്. ഞാൻ ഈ പറയുന്നതൊക്കെ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. തക്കാളി ഇഷ്ടമുള്ളവർക്ക് അത് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ
ബ്രേക്ക്ഫാസ്റ്റും കാണിച്ചു, ലഞ്ചും കാണിച്ചു കേട്ടോ. അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഈ ഒരുപാട് ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ആ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും നേരം ഒരുപാട് താങ്ക്സ്.